ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരീ. നമസ്കാരം. ഒരിക്കൽ കൂടി രാമനാമത്തിൽ നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടകം 12. ഇന്നത്തെ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം ശൂർപ്പണഖാഗമനമാണ്. ശൂർപ്പണഖ രാമനെയും ലക്ഷ്മണനെയും കണ്ട് പ്രണയവിവശയായി അവരോട് പ്രണയാഭ്യർത്ഥന നടത്തുകയാണ് ഈ ഭാഗത്തിൽ. ഗഗനചാരിയായ ശൂർപ്പണഖ താഴെ നിൽക്കുന്ന കുമാരന്മാരെ അവരെ കണ്ടുകൊണ്ട് താഴത്തേക്ക് വന്നുകൊണ്ട് അവളെ പ്രണയിക്കുവാനായി നടത്തുന്ന ഒരു അഭ്യർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത്. ആദ്യം രാമന്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിലും രാമൻ സീതാസമേതനായതുകൊണ്ട് രാമൻ സ്വീകരിക്കുന്നില്ല. അത് മാത്രമല്ല ലക്ഷ്മണന്റെ അടുത്തേക്ക് അവളെ പറഞ്ഞു വിടുകയാണ്. പക്ഷെ ലക്ഷ്മണനും താൻ ഒരു വ്രതത്തിലാണെന്നും തനിക്ക് ഭാര്യയുണ്ടെന്നും സ്വീകരിക്കാൻ സാധ്യമല്ലെന്നും അവളോട് അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് വളരെയധികം ദേഷ്യം തോന്നുകയാണ്. കുറച്ചു കഴിഞ്ഞ് രാക്ഷസിയായ അവളുടെ രാക്ഷസ രൂപത്തിലേക്ക് പരിവർത്തനം നടത്തുകയും സീതയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് രംഗം മാറുന്നത്. ലക്ഷ്മണൻ അവളുടെ മുഖവും മുലയും ഛേദിച്ചു എന്നാണ് രാമായണത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും കോൺട്രവേഴ്സ്യലായ ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഈ ഭാഗം തുടങ്ങേണ്ടതുണ്ട്. നമ്മൾ ആദ്യമായി ഈ ഭാഗത്തിലേക്ക് നമ്മുടെ ആചാര്യൻ ഗോപിനാഥ് പുത്രയെ സ്വാഗതം ചെയ്യുകയാണ്. രാമായണത്തിൽ നമുക്കറിയാം പലപ്പോഴും ഇങ്ങനെയുള്ള വ്യത്യസ്തതരമായ ചിന്തകൾ പല കോണുകളിൽ നിന്നും വരാറുണ്ട്, അല്ലെ? ഏറ്റവും ദുർഘടമായ ഒരു അവസ്ഥയാണ് ഇത് ഉള്ളത്. നമ്മുടെ ഹൈന്ദവ സമൂഹം തന്നെ ഇതിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വിവക്ഷിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണാറുണ്ട്, അല്ലെ? അപ്പം ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ശൂർപ്പണഖ രാമനെയും ലക്ഷ്മണനെയും തേടി വരുന്നു, അതെ, ആയിട്ട് സാർ തേടി വരുമ്പോൾ അവൾ പ്രണയാഭ്യർത്ഥന നടത്തുകയും അവർ നിരാകരിക്കുകയും ചെയ്യും. അതിൽ കോപം പൂണ്ട ശൂർപ്പണഖ സീതയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെ? അപ്പൊ അതിങ്ങനെ അത് പറയുന്നത് സീതാദേവിയോട് അടുത്തപ്പോൾ സംരംഭത്തോട് രാമൻ തടുത്തു നിർത്തുന്ന നേരം അവിടെയാണ് അടുത്ത പ്രശ്നം നമ്മളുടെ ഇതിനകത്ത് വരുന്നത്. ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു, വാളൊരു യൂരിക്കാതും മുലയും മൂക്കും ഛേദിച്ച് ആ നേരം അവളെ അലറി എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു ചിന്താവിഷയം അവളുടെ മൂക്കും മുലയും ഛേദിച്ചു എന്നുള്ളതാണ്. അവളൊരു രാക്ഷസിയാണെങ്കിലും എന്തുകൊണ്ടാണ് അവളുടെ മൂക്കും മുലയും ഛേദിച്ചു എന്ന് പറയുന്നത് എന്ന് ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. തീർച്ചയായും അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് രാമായണത്തിന്റെ ഒരു ധന്യതയിൽ തന്നെ അത് ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സ്തുതാ മയാ വരദാ വേദമാതാ പ്രചോദയന്താം പാവമാനീ ദ്വിജാനാം ആയുപ്രാണം പ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മയ്യം ദത്വാ വ്രജത ബ്രഹ്മലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഈ രാമായണ സത്സംഗത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. രാമായണ സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല ധാരണകളെയും തിരുത്താനുള്ള ഒരു വേദിയായിട്ടാണ്. ഇവിടെ ചോദിച്ചതുപോലെ ഭാരതത്തിൻ്റെ വേദേതിഹാസ പുരാണങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്നും സംശയങ്ങളുടെ ലോകത്താണ് എല്ലാവരും വിരാജിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ മാത്രമേ എല്ലാവർക്കും സംശയമുള്ളൂ. വിവാദങ്ങൾ, അതുപോലെ ആശയപരമായ വൈരുദ്ധ്യങ്ങളൊക്കെ
നമ്മുടെ ഈ പുരാണ ഇതിഹാസങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അങ്ങനെ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു തെളിവ് നിരത്തുവാൻ ആർക്കും സാധ്യമല്ല. എന്തെന്നാൽ ഇതൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ മനുഷ്യർക്ക് ഇതെല്ലാം അപ്രാപ്യമാണ്. കാരണം നമ്മളിന്ന് പഠിക്കുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായ പ്രകാരമാണ്. അതുകൊണ്ട് യുഗങ്ങൾക്ക് മുമ്പുള്ള ഈ കൃതികളുടെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ശരിയായ ഒരു വീക്ഷണം നമുക്ക് ലഭിച്ചെന്ന് വരില്ല. അതിനൊരു കാരണമുണ്ട്. അന്ന് എന്താണ് ഋഷിമാർ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. അതൊന്നും ആരും പരിഗണിക്കാറില്ല. ഋഷിമാരൊക്കെ പറഞ്ഞത് എനിക്കറിയാം, എൻ്റെ കാഴ്ചപ്പാടാണ് ശരി എന്നുള്ള വാദമുഖമാണ് എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത്. അത് അവരവരുടെ ഇഷ്ടം. പക്ഷേ ഋഷിമാര്, വ്യാസൻ, വാൽമീകി തുടങ്ങിയിട്ടുള്ള മഹാമനീഷികൾ, അതുപോലുള്ള ഒട്ടനവധി ഋഷീശ്വരന്മാരുടെ ദേശമായിരുന്നു നമ്മുടെ നാട്. അവരൊക്കെ ഇത് രചിച്ചിരുന്നപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ജീവിത രീതി അവർക്ക് വ്യക്തമായും അറിയാമായിരുന്നു. പക്ഷെ നമുക്കറിയില്ല. നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു കലിയുഗത്തിലാണ്. ഈ കലിയുഗത്തിൽ നിന്നുകൊണ്ട് കുറെ ജ്ഞാനം സമാർജിച്ച് അല്പജ്ഞന്മാരായി, അത്യല്പജ്ഞന്മാരായി, പല ഗ്രന്ഥങ്ങളുടെയും ഉള്ളടക്കം മനസ്സിലാക്കാതെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ആ ഗ്രന്ഥങ്ങളിൽ കണ്ടെത്തിയിട്ട് അതാണ് ശരിയെന്ന് വെറുതെ വ്യാഖ്യാനിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ശൂർപ്പണഖ. ഈ ശൂർപ്പണഖ എന്ന് പറയുന്നത് എല്ലാവരുടെയും ധാരണ വളരെ വിരൂപയായ ഒരു സ്ത്രീയാണെന്നാണ്. ശൂർപ്പണഖ എന്നുള്ളത് ഒരു വിശേഷണമാണ്. മനസ്സിലായില്ലേ? ഒരു വിശേഷണം. ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറമാണ്. മുറം, നഖം. മുറം പോലെ നഖമുള്ളവൾ, മുറം പോലുള്ള നഖമുള്ളവൾ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അതൊരു പേരല്ല, ഒരു വിശേഷണമാണ്. ഈ മുറം പോലെ നഖം എന്ന് പറയുമ്പോൾ ശൂർപ്പണഖ ഒരു നഖമായിരുന്നു, മുറം പോലുള്ള ഒരു നഖമായിരുന്നു. ശൂർപ്പണഖ ചെറുപ്പ സുന്ദരിയായ സ്ത്രീയായിരിക്കാം. പക്ഷേ രാക്ഷസീയതയുടെ, അരാജകത്വത്തിന്റെ നഖമായിട്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ശൂർപ്പണഖ. ഇതെല്ലാ കാലത്തും ശിക്ഷാർഹമാണ്. മനസ്സിലായില്ലേ? രാവണൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സഹോദരിയായിരുന്നു ശൂർപ്പണഖ. രാവണൻ ആരാണ്? അരാജകത്വവാദിയാണ്, രാക്ഷസ പ്രഭുവാണ്. ആ അരാജകത്വവാദിയും രാക്ഷസ പ്രഭുവുമായ രാവണന്റെ നഖമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി, ദണ്ഡകാരണ്യത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു ശൂർപ്പണഖ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നഖമാണ്. ഇന്നും അതെ, ഇന്നും അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ നഖമായി പ്രവർത്തിക്കുന്ന ആ ശൂർപ്പണഖയാണ് രാമലക്ഷ്മണന്മാരുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോ ആ ശൂർപ്പണഖയാണ് ശിക്ഷിച്ചത്. അതുകൊണ്ട് ആ ഭാഗത്തില് വാൽമീകി രാമായണത്തിൽ പറയുന്നത് ശൂർപ്പണഖ ദണ്ഡം എന്നാണ്. ദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ. ദണ്ഡനീതി എന്ന് പറഞ്ഞാൽ ശിക്ഷയാണ്. ഇപ്പോ ദണ്ഡകാരണ്യവും അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഇവിടെ എന്താണ് ശിക്ഷ? ഞാൻ ആദ്യം തന്നെ അതിന്റെ ഉത്തരം പറയുകയാണ്. ആ ശിക്ഷ കൊടുത്തത് എന്താണ്? ശൂർപ്പണഖ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് കൊടുത്തത് അവിടെ. ചിച്ഛേദ നാസാം കർണൗജ ലക്ഷ്മണെ രഘുവിക്രമ എന്നാണ് പറയുന്നത്. ചിച്ഛേദ നാസാം കർണൗജ, ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും ഛേദിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ആരെ? രഘുവിക്രമനായ ലക്ഷ്മണൻ. അങ്ങനെയാണ് അധ്യാത്മ രാമായണത്തിൽ പറയുന്നത്. ഇനി വാൽമീകി രാമായണത്തിൽ പറയുന്നത് എങ്ങനെയാണ്? വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 18-ാം സർഗം 21-ാം ശ്ലോകത്തിൽ പറയുന്നത് ഇത്യുക്തോ ലക്ഷ്മണസ്തസ്യാഹ ക്രുദ്ധോ രാമസ്യ പാർശ്വതഃ ഉദ്ധൃത്യ ഖഡ്ഗം ചിച്ഛേദ കർണനാസം മഹാബലം. അങ്ങനെയാണ്. ലക്ഷ്മണൻ രാമന്റെ അടുക്കൽ ചെന്ന് രാമന്റെ നിന്ന് ആ ഖഡ്ഗം വാങ്ങിച്ച് മഹാബലവാനായ അദ്ദേഹം ശൂർപ്പണഖയുടെ കർണവും നാസികയും ഛേദിച്ചു എന്നാണ് പറയുന്നത്. കർണനാസം ചിച്ഛേദ എന്നാണ് അവിടെ പറയുന്നത്. ഈ മുല ഛേദിച്ചു എന്ന് അവിടെ പറയുന്നില്ല. ഇനി എഴുത്തച്ഛൻ എഴുതിയപ്പോൾ കാവ്യഭാവനയ്ക്ക് വേണ്ടി ഇങ്ങനെ ആക്കിയായിരിക്കാം.
മൂക്കും മുലയും എന്നുള്ളത് അങ്ങനെ ആക്കിയതായിരിക്കും. പക്ഷെ ഇവിടെ കൊടുത്ത ശിക്ഷ ഏതാണ്? ശൂർപ്പണയ്ക്ക് കൊടുത്ത ശിക്ഷ മൂക്കും, അതായത് കർണവും മൂക്കും ഛേദിച്ചു എന്നുള്ളതാണ് ശിക്ഷാവിധിയാണത്. അങ്ങനെ അവളെ വിരൂപിയാക്കിയെന്നർത്ഥം. ഈ ശരിക്കും ആ ആദികവി അങ്ങനെയുള്ളൊരു റെഫറൻസ് എഴുതിയിട്ടില്ല. മൂക്കും മുലയും എന്നുള്ളത് മുലയില്ല, കർണനാസൗ എന്നാണ് ആദികവി. ശ്ലോകം ഇതാണ്. ആരണ്യകാണ്ഡം 18-ാം സർഗം 21-ാം ശ്ലോകമാണ് അത് പറയുന്നത്. വ്യക്തമാണ് മൂലരാമായണത്തിൽ. പക്ഷെ വിമർശകർ എപ്പോഴും ഇതാണ് എടുക്കുന്നത്. ആ ആദികവിയുടെ രാമായണത്തിലേക്ക് പോകാൻ അവർ ഇഷ്ടപ്പെടുന്നു. കാരണം അത് വായിക്കണം. അത് 8 സർഗങ്ങളുണ്ട്, 24 ശ്ലോകങ്ങളുണ്ട്. നമ്മളത് പരിധി നോക്കണം. പക്ഷെ എഴുത്തച്ഛന്റെ കവിഭാവനയാണ് അവർ വിമർശിക്കുന്നത്. കോർ ഫാക്ട് അല്ല. ഇത് എഴുത്തച്ഛന്റെ ആ പ്രയോഗത്തെ മാത്രമാണ് വിമർശിക്കുന്നത്. ഇനി വേറെ കാര്യമുണ്ട്. എഴുത്തച്ഛൻ അങ്ങനെ കാര്യം മനസ്സിലാക്കണം. ഇത് സാമാന്യ ജനങ്ങൾ വായിക്കുന്നത് ഈ രാമായണമാണ്. അതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതും തെറ്റിദ്ധരിക്കപ്പെടുന്നതും ഇത് തന്നെയാണ്. ഇനി വേറെ കാര്യം പറയാം. എഴുത്തച്ഛൻ പ്രമാണമാക്കിയിട്ടുള്ള അധ്യാത്മ രാമായണത്തിലും ഇങ്ങനെ പറയുന്നത് ചിച്ഛേദ നാസാം കർണൗജ, ചിച്ഛേദ നാസാം കർണൗജ, നാസികയും കർണം എന്ന് പറയുന്നുള്ളൂ. ലക്ഷ്മണ ലഘുവികരണമായ ലക്ഷ്മണൻ നാസികയും കർണവും ഛേദിച്ചു എന്ന് പറഞ്ഞുള്ളൂ, മുലയെന്ന് പറയുന്നില്ല. അത് രണ്ടിലും അതെ. ഇതങ്ങനെ വന്നുപോയി ഇതിന് പ്രക്ഷിപ്തമാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരാം. നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രക്ഷിപ്തങ്ങളുണ്ട്. പല കാലങ്ങളിലും പലരും സ്വാർത്ഥതയ്ക്ക് വേണ്ടി എഴുതി ചേർക്കും. ഇന്നത്തെ പോലുള്ള സമ്പ്രദായമല്ല പണ്ടുണ്ടായിരുന്നത്. എല്ലാം പകർത്തി എഴുതുന്നതാണ്. അങ്ങനെ പകർത്തി എഴുതുന്ന കൂട്ടത്തിലെ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ പലരും അവരവരുടെ ഇഷ്ടപ്രകാരം പലതും എഴുതി ചേർക്കും. അതിനാണ് പ്രക്ഷിപ്തം എന്ന് പറയുന്നത്. ഇതെല്ലാ ഗ്രന്ഥങ്ങളിലുണ്ട്. അത് പ്രമാണമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രമാണമാക്കേണ്ടത് വാൽമീകി രാമായണത്തിലെ ഭാഗമാണ് ഈ ഒരു കാര്യത്തിന്. അപ്പൊ ഇവിടെ ശൂർപ്പണഖയെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞ് ഇന്നത്തെ ലോകത്തേക്കാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ലോകത്തിലെ ശൂർപ്പണഖമാരുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നും അരാജകത്വത്തിന്റെ, അതുപോലെ ഈ പറയുന്നത് പോലെ രാക്ഷസീയതയുടെ ഒക്കെ നഖങ്ങളായി പ്രവർത്തിക്കുന്ന സ്ത്രീരത്നങ്ങളുണ്ട്. അവര് ശൂർപ്പണഖമാരാണ്. ആ ശൂർപ്പണഖയ്ക്ക് തീർച്ചയായിട്ടും ദണ്ഡം ലഭിക്കും, ശിക്ഷ ലഭിക്കും. ആ ദണ്ഡനീതി ഉണ്ടെങ്കിൽ, ശിക്ഷാവിധി ഉണ്ടെങ്കിൽ ആ ശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇന്നും ഇവിടെ വാൽമീകി ഓർമ്മിക്കുന്നൊരു കാര്യം, കുലപതികൾ ഒരിക്കലും ആ ശൂർപ്പണഖ സംസ്കാരത്തിലേക്ക് തരം താഴാൻ പാടില്ല എന്നാണ്. ഞാൻ ഇതിനെ മറ്റു ഭാഷകളിൽ പറയുന്നില്ല, ഇതുപോലെ തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ കുലപതികൾ ഒരിക്കലും ആ ശൂർപ്പണഖ സംസ്കാരം ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ അരാജകത്വത്തിന്റെ നഖമായിട്ട് മുമ്പിൽ നിന്ന്, തന്റെ പുറകിൽ മറ്റുള്ളവരുണ്ട്, പൈശാചിക ശക്തികൾ, അതിന്റെ ആ പൈശാചിക ശക്തികളുടെ മുന്നിൽ ഈ നഖമായിട്ട് പ്രവർത്തിച്ച് ലോകത്ത് കലാപങ്ങളോ അല്ലെങ്കിൽ ലോകത്ത് ഈ പറയുന്ന പോലെ അശാന്തിയെ ഉണ്ടാക്കുവാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ അവരെ ആ ഒരു സംസ്കാരത്തിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കരുത്. അതാണ് വാൽമീകി ഉദ്ദേശിക്കുന്നത്. ആ ശൂർപ്പണഖത്വം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവൾ കുലവധുക്കളായിട്ട് സീതയുടെയോ അല്ലെങ്കിൽ ഊർമിളയുടെയോ മാണ്ഡവിയുടെയോ ശുതകീർത്തിയുടെയോ സംസ്കാരത്തിൽ പോകണമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒരിക്കലും കുലസ്ത്രീ വഴിതെറ്റി പോകാൻ പാടില്ല എന്നർത്ഥം. നമ്മൾ എന്ത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും കുലസ്ത്രീകളായിട്ട് സംരക്ഷിക്കണം എന്നുള്ളതാണ് ആർഷധർമ്മം. ഇതാണ് നമുക്ക് ഉപദേശിക്കുവാനുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് മാനവ ജീവിതത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ശൂർപ്പണഖത്വം ഇല്ലാതായി, ആ ശൂർപ്പണഖത്വത്തെ ദണ്ഡിപ്പിച്ച് ആ കുലവധു എന്നുള്ള ആ സംസ്കാരത്തിലേക്ക് ഉയർത്തുകയാണ് വാൽമീകി ചെയ്യുന്നത്, അല്ലെങ്കിൽ വാൽമീകിയിലൂടെ ശ്രീരാമൻ ചെയ്യുന്നതെന്ന് അർത്ഥം. അതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇതെല്ലാവരും മനസ്സിലാക്കി നമ്മുടെ തലമുറയ്ക്ക് ഈ ഒരു സംസ്കാരം ഉണ്ടാക്കുന്നതിന് എല്ലാവരും ഉപദേശരൂപേണ, രാമായണമൊക്കെ ഉപദേശരൂപേണയാണ്, ഒരു കഥയല്ല. എല്ലാ കഥകളിലും ഒരു സങ്കല്പമുണ്ട്, ഉപദേശമുണ്ട്, ജ്ഞാനമുണ്ട്. അത് വരും തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കണം, ചൂണ്ടിക്കാണിക്കണം. നമ്മൾ സീതമാരെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്, ശൂർപ്പണഖമാരെയല്ല. നീ ഒരിക്കലും അരാജകത്വത്തിന്റെ പൈശാചികതയുടെ നഖമായിട്ട് ജീവിക്കരുത്. നിനക്ക് വ്യക്തിത്വമുണ്ട്, നീ ഋഷികന്യയായിട്ട് തന്നെ ജീവിക്കണം. അതാണ് അനസൂയയാണ് ഉപദേശിക്കുന്നത്. അനസൂയ ഋഷികയാണ്. ഈ പറയുന്ന പോലെ വളരെ വർഷങ്ങളുടെ തപസ്സാർജിച്ച ഒരു ഋഷി അമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനസൂയ. ആ അനസൂയയാണ് ദേവിയോട് പറയുന്നത്, നീ രാമന്റെ ആ മാർഗം അനുവർത്തിച്ചാലുമെന്ന്. അപ്പൊ അങ്ങനെയുള്ളവളെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വെറുതെ കഥ പിടിച്ച പോരാ. അപ്പൊ ആ ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഈ രാമായണ മാസത്തിൽ നമ്മൾ ഉപദേശിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ശ്രീരാമേന്ദ്ര മഹാപ്രഭുവിന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സീതാറാം.
12ാമത്തെ ഈ ഭാഗം കഴിയുമ്പോൾ രാമായണത്തിൽ നിന്നും രാമായണ പാരായണത്തിന്റെ തനത് ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടി കമന്റുകളായി രേഖപ്പെടുത്തണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ശൂർപ്പണഖയെ കുറിച്ച് സാധാരണ കേട്ടുവരുന്ന രീതിയിലുള്ള ആ വിവരണങ്ങൾക്ക് നിന്നും വിഭിന്നമായി കൊണ്ട് തന്നെയാണ് ആചാര്യൻ നമ്മളോട് സംസാരിച്ചത്. അത് തീർച്ചയായും മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. വാൽമീകി രാമായണത്തെ നമ്മൾ ആധാരമാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അതിലെ സത്യമായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ വിശകലനം ചെയ്യണമെന്നും പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 12ാമത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടിനോരനന്തരം ഗൗതമി തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരീ ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജകുലിശാങ്കുശാങ്കിതങ്ങളാൽ ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയാളേറ്റം കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടപ്പോൾ കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയെ ഉരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവതത്തിന്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരുമരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടക്കൊണ്ട